പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും കുടുംബങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, പെന്തക്കുസ്ത തിരുനാളിനു വേണ്ടി ലോകം മുഴുവനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് നിറയാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചൊരു സംഭവം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അത് ലണ്ടനിൽ നടന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടന്നത്. ആ വാർത്ത ഞാൻ വായിക്കുന്നത് വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു കുടുംബത്തില് അവർ താമസിക്കുന്ന ഭവനത്തിന് തീ പിടിച്ചു. അപ്പോൾ തീ പിടിച്ചപ്പോൾ ആ കുടുംബത്തിൽ അപ്പനും അമ്മയും ഉണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും പ്രായം 45 വയസ്സാണ്. 4 കുട്ടികളുണ്ട്. മൂത്ത മകൻ ഡേവിഡ് 18 വയസ്സ്, മകൾ ബഥാനി 16 വയസ്സ്, ഐസക്ക് 14 വയസ്സ്. ഇവരെ കൂടാതെ 4 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുമുണ്ട്. അവരുടെ അപ്പൻ്റെ പേര് ബാരി എന്നാണ്, അമ്മയുടെ പേര് റീച്ചൽ എന്നാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇവരുടെ വീടിന് തീ പിടിച്ചു. റീച്ചലും 3 മക്കളും അവർ ചെറിയ പൊള്ളലേറ്റെങ്കിലും അവർ അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ ലണ്ടനിൽ മുഴുവനും ഈ ഒരു അപ്പൻ്റെ സ്നേഹം, ആ സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ടുള്ള ആ അപ്പൻ്റെ സ്നേഹം അവിടെ വലിയ വാർത്തയായി. ഈ ഭാര്യയെക്കുറിച്ച് അവരെല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് സൂപ്പർ ഹീറോ ഡാഡ് എന്നാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ പൊന്നുമോൻ 4 വയസ്സായുള്ള മകൻ തീയുടെ ഉള്ളിലാണ് എന്നറിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയും 3 മക്കളും പുറത്തുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ മൂത്ത മകൻ കരഞ്ഞ് തടഞ്ഞപ്പോഴും ഈ അപ്പൻ ആ തീയിലേക്ക് എടുത്തു ചാടിയത് തൻ്റെ ആ പൊന്നുമോനോടുള്ള സ്നേഹമാണ്. പക്ഷെ അദ്ദേഹം തീയിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിച്ചെങ്കിലും അവർക്ക് 2 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അത് അവിടെയൊക്കെ പത്രങ്ങളിൽ വലിയ വാർത്തയായി. സൂപ്പർ ഹീറോ ഡാഡ് എന്ന ബാരി എന്ന അപ്പച്ചനെ വിളിച്ച് വാർത്ത വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അദ്ദേഹത്തിൻ്റെ സഹോദരി ജെസിക്ക എന്ന് പറയുന്ന സഹോദരി സ്വന്തം ആങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതി: ബാരി, ഞങ്ങളുടെ എല്ലാം സൂപ്പർ ഹീറോയാണ് നീ. ആകെ തകർന്നിരിക്കുകയാണ് ഞങ്ങൾ. അത്രമേൽ സ്നേഹവും കരുതലുമുള്ള പിതാവുമായിരുന്നു നീ എന്ന് തെളിയിച്ചു. നിന്നോട് എത്രമാത്രം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവെന്ന് വിവരിക്കാനാവുന്നില്ല. അവിടെ സ്വർഗത്തിൽ നമ്മുടെ കുഞ്ഞിനെ നീ മുറുകെ പിടിച്ച് സ്വർഗത്തിലായിരിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ സഹോദര ബന്ധങ്ങളിലൊക്കെ ഈ പറയുന്ന സ്നേഹം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ആ സ്നേഹത്തിൻ്റെ ആഴം പലപ്പോഴും കുറഞ്ഞു പോകുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ ആഴം കുറഞ്ഞു പോകുന്നു. സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലുള്ള ബന്ധത്തിൽ സ്നേഹം കുറഞ്ഞു പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്തയുണ്ടായിരുന്നു. 2 ദിവസം മുതൽ ഒരു സ്ഥലത്ത്, കേരളത്തിൽ സ്ഥലം മറന്നുപോയി, സഹോദരൻ
70 വയസ്സുള്ള സഹോദരൻ 61 വയസ്സുള്ള സഹോദരിക്ക് രണ്ടാം വിവാഹം ആലോചിച്ചു. അതിനെതിരായിരുന്നു സഹോദരൻ. പക്ഷേ സഹോദരി വിവാഹാലോചനയായിട്ട് മുമ്പോട്ട് പോയി. ആരും അറിയാതെ 61 വയസ്സുള്ള സഹോദരിയെ കൊന്ന് സ്വന്തം വീടിൻ്റെ മുറിയിൽ തന്നെ കുഴിച്ചിട്ടു. പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരിയെ കൊന്നുവെന്ന്. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കൊലപാതകങ്ങളും അക്രമങ്ങളും അനീതിയും ഒക്കെ ദാമ്പത്യ ജീവിതത്തിലും സഹോദരങ്ങളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിലും മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹത്തിലൊക്കെ ആഴം കുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെന്തക്കുസ്ത തിരുനാളിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മോട് പറയുകയാണ്, ദൈവം തരുന്ന സ്നേഹം കൊണ്ട് നിറയാൻ, പരിശുദ്ധാത്മാവ് തരുന്ന സ്നേഹം കൊണ്ട് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചുറ്റുമുള്ളവരും ആ സ്നേഹം കൊണ്ട് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഗ്രീക്ക് ഭാഷയുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്നേഹത്തിന് അഗാപ്പെ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഗാപ്പെ എന്ന വാക്കിൻ്റെ അർത്ഥം ദിവ്യമായ സ്നേഹം എന്നാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്ന സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുന്ന സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം വിസ്മരിക്കുന്ന സ്നേഹം, സ്വയം നൽകുന്ന സ്നേഹം എന്നൊക്കെയാണ് ഈ അഗാപ്പെ എന്ന സ്നേഹം ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം. അതാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കേണ്ട സ്നേഹം. ഈശോ ഈ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് മറ്റുള്ളവർ അറിയേണ്ടത് നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹം കണ്ടിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുസഭയ്ക്കകത്ത് തന്നെ ഒത്തിരിയേറെ ഭിന്നതകളുണ്ട്, കലഹങ്ങളുണ്ട്. മറ്റു പലരും നമ്മോട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഇത്രയും കലഹങ്ങളും പ്രതിസന്ധികളും? അതെ, അകത്തളങ്ങളിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പുറമെ റോഡുകളിലേക്കൊക്കെ ഇറങ്ങുന്ന കാലഘട്ടമാണ്. സ്നേഹത്തിൻ്റെ കുറവ് എല്ലായിടത്തും അനുഭവപ്പെടുന്നുണ്ട്. അത് ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും സ്നേഹത്തിൻ്റെ, ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ കുറവുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളെയും നിയന്ത്രിക്കാനും ദൈവസ്നേഹം കൊണ്ട് നിറയാനും നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവികമായ സ്നേഹം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം മറക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പൊറുക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാനുമുള്ള മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനുള്ള ഗാനം നമ്മൾ പാടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവെ, അഭിഷേകത്തിൻ്റെ ഒരു വലിയ പെരുമഴയും അഭിഷേകത്തിൻ്റെ വലിയൊരു കൃപയും ശക്തിയും ഒക്കെ ഞങ്ങൾക്ക് നൽകി ദൈവസ്നേഹം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയ്ക്കണമേ എന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കുടുംബ ബന്ധങ്ങൾ സമർപ്പിക്കാം. ജീവൻ നഷ്ടപ്പെട്ടു പോയെങ്കിലും ബാരി എന്ന് വിളിക്കുന്ന ലണ്ടൻകാരനായ പിതാവ് എത്രയോ വലിയൊരു മാതൃകയായി എല്ലാ കുടുംബങ്ങളുടെയും മുമ്പിൽ നിൽക്കുന്നു. അതെ, കാലം എത്ര കഴിഞ്ഞാലും എത്ര തലമുറകൾ മാറി വന്നാലും ബാരി എന്ന പിതാവിനെ ആ പ്രദേശത്തുള്ളവർ ഓർക്കും. കാരണം തൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. വീട് കത്തിയപ്പോൾ തൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. ഭാര്യയുടെയും 3 മക്കളുടെയും ജീവൻ രക്ഷപ്പെട്ടു. എങ്കിലും 4 വയസ്സുള്ള കുഞ്ഞ് അകത്താണെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ പൊന്നുമോൻ അകത്തുണ്ടെന്ന് പറഞ്ഞ് തീയിലേക്ക് എടുത്ത് ചാടിയ ബാരി എന്ന പിതാവ് തൻ്റെ ജീവൻ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു സ്നേഹം നിറഞ്ഞ പിതാവ്. ആ സ്നേഹം ദൈവം തരുന്ന സ്നേഹമാണ്, പരിശുദ്ധാത്മാവ് തരുന്ന സ്നേഹമാണ്. ഇതുപോലെയുള്ള സ്നേഹം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വന്ന് നിറയട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ വന്ന് നിറയട്ടെ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഈ സ്നേഹം വന്ന് നിറയട്ടെ. അയൽക്കാർക്കിടയിൽ ഈ സ്നേഹം വന്ന് നിറയട്ടെ. സഭയ്ക്കകത്ത് ഈ സ്നേഹം, തിരുസഭയ്ക്കകത്ത് ഈ സ്നേഹം വന്ന് നിറയട്ടെ.
രാഷ്ട്രീയത്തിൽ ഈ സ്നേഹം വന്ന് നിറയട്ടെ. ഭരണാധികാരികൾക്കിടയിൽ ഈ സ്നേഹം വന്നറിയട്ടെ. പരിശുദ്ധാത്മാവ് നൽകുന്ന ദിവ്യമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ നിന്നും വൈരാഗ്യ ചിന്തകളിൽ നിന്നും പ്രതികാര ചിന്തകളിൽ നിന്നും മറ്റുള്ളവർ നശിക്കണമെന്ന ചിന്തയിൽ നിന്നും അങ്ങനെയുള്ള ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയാനും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് നിറയാൻ ഇടവരുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, പെന്തക്കുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നേഹമയക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ദിവ്യമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ദിവ്യമായ സ്നേഹം കൊണ്ട് എന്റെ കുടുംബത്തെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ദിവ്യമായ സ്നേഹം കൊണ്ട് തിരുസഭയെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ദിവ്യമായ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെ നിറയ്ക്കണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധാത്മാവേ, സ്നേഹം കൊണ്ട് നിറയ്ക്കണം, അഭിഷേകം ചെയ്യണം, കൃപ നിറയ്ക്കണം. എല്ലാ കുടുംബങ്ങളിലും ഇടപെടണം. സൗഖ്യമുണ്ടാകട്ടെ, അഭിഷേകമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, വലിയ കൃപ നിറയട്ടെ. വേണ്ടി ആത്മാർത്ഥമായി ദാഹിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈ ഗാനത്തോട് ദൈവത്തെ ആരാധിക്കാം. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്ന് വേല ചെയ്തിടാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്ന് വേല ചെയ്തിടാൻ. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. നന്നായി കരമടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്നവനാണ്. അവൻ ജലത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആദ്യത്തെ തിരുവചനമാണ്. നമുക്കും ചലിക്കാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ. മുട്ടോളമല്ല ആരെയോളം പോരാ വലിയൊരു ജീവനദിയൊഴുക്കാൻ. മുട്ടോളമല്ല ആരെയോളം പോരാ വലിയൊരു ജീവനദിയൊഴുക്കാൻ. നീന്തല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ് ഇന്ന് തുറക്കുന്നതാ. നീന്തല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ് ഇന്ന് തുറക്കുന്നതാ. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ഉന്നതത്തിൽ ശക്തി സ്വീകരിക്കുന്നവർ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുതെന്ന് പറഞ്ഞ യേശുനാഥന്റെ വാക്കനുസരിച്ചുകൊണ്ട് സെഹിയോൻ മാളികയിൽ
പ്രാർത്ഥനാനിരതരായിരുന്ന നമ്മുടെ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇപ്പം ആ ദൈവത്തെ ആരാധിക്കുന്ന നമ്മളിലേക്കും അവിടുന്ന് അഭിഷേകം അയക്കും. നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ആ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെയും നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, തിരുസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, തിരുസഭ പണിയാം. ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ. ഹല്ലേലൂയ 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 ആരാധന സർവശക്തന് ആരാധന ആരാധന. ഹല്ലേലൂയ യേശുനാമം ഹല്ലേലൂയ യേശുനാമം സൗഖ്യദായക ഹല്ലേലൂയ പാപമോചന ഹല്ലേലൂയ രക്ഷാദായക ഹല്ലേലൂയ ബന്ധനമഴിക്കുന്നോനേ ഹല്ലേലൂയ സൗഖ്യദായക ഹല്ലേലൂയ പാപമോചക ഹല്ലേലൂയ സൗഖ്യദായക ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ തൊടണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ കരുണാവാരിയേ ഹല്ലേലൂയ കരുണാവാരിയേ ഹല്ലേലൂയ സ്നേഹദായക ഹല്ലേലൂയ ജീവദായക ഹല്ലേലൂയ സൗഖ്യദായക ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ 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 ഈശോയുടെ നാമത്താൽ ഈശോയുടെ നാമത്താൽ സൗഖ്യമുണ്ടാകട്ടെ. ഈശോയുടെ നാമത്താൽ ഈശോയുടെ നാമത്താൽ സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ എന്നൊരു നാമം, ഈശോ എന്നൊരു നാമം, ഈശോ എന്നൊരു നാമം. ഹല്ലേലൂയ. കർത്താവേ സ്തുതി ആരാധന മഹത്വ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണമേ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണം, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. 10ാം ക്ലാസ്, പ്ലസ് 1, പ്ലസ് 2 വിദ്യാർത്ഥികളെ പ്രത്യേകം അനുഗ്രഹിക്കണം. OET, IELTS, ഭാഷാ പരീക്ഷകൾ, PSC പരീക്ഷകൾ, മറ്റുപരിപഠനത്തിന്റെ പരീക്ഷകളെല്ലാം എഴുതിയിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. ജോലി അന്വേഷിക്കുന്നവരെ അനുഗ്രഹിക്കണം. വിവാഹ തടസ്സങ്ങൾ മാറ്റണം, കുടുംബ കലഹങ്ങൾ മാറിപ്പോകണം, സ്ഥലവിൽപ്പനയ്ക്കുള്ള തടസ്സം മാറിപ്പോകട്ടെ. ഈശോയെ അനുഗ്രഹിക്കണമേ, മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. അഭിഷേകം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.